നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോരെ, എന്തു പറയുന്നു? എടുക്ക. കൊളുത്ത് അടുക്കുന്നില്ലല്ലോ. അയ്യോ, നന്നായിട്ട് പ്രസ് ചെയ്യാ. പറ്റുന്നില്ല. നീ അടങ്ങി നിന്ന്, ഞാൻ ഇപ്പൊ ശരിയാക്കാം. എല്ലാം പോയടാ, പോയി. കൊളുത്തിട്ട് കഴിഞ്ഞല്ലോ, എന്നിട്ട് സാർ എന്തെടുക്കുമല്ലേ? എനിക്ക് കൊളുത്തിട്ട് കൊതി തീരുന്നില്ല. അത് പിന്നെ ഈ താലി കൊളുത്തിന്റെ നിധി. അയ്യോ, അങ്ങനെയല്ല സാർ. മാഡം, ഈ താലി മാലയും അതെല്ലാം ഞങ്ങൾ കണ്ടു. നിങ്ങളുടെ കല്യാണം അപ്രതീക്ഷിതമായി നടന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോ താലികെട്ട് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇനി മാല ഇടുന്നവര് കാണണമെങ്കിൽ രണ്ടും മാല അറേഞ്ച് ചെയ്യാം. ഞങ്ങൾ ഒന്നുകൂടി കല്യാണം കഴിക്കാം, അല്ലേ നിധി? ഏട്ടാ, ഒരു മിനിറ്റ്. എന്താടാ? ഒരു രഹസ്യം. 1 മിനിറ്റ്. സർ, പ്രണവ് എന്താ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലടോ, 5 വേ. നിധിയും ഗൗതവും പിരിഞ്ഞെന്ന് പറഞ്ഞത് ഒരു നാടകമായിരുന്നു. അവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെന്തിനാ അവര് പിണങ്ങിയതായിട്ട് അഭിനയിച്ചേ? എന്നെയും പിന്നെ വേറെ ചിലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ രണ്ടുപേരും കൂടി എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. പൊളിച്ചടുക്കിയിരിക്കും ഞാൻ. നീ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണോ വന്നത്? അതേടാ, നീയൊക്കെ കൂടി എന്നെ തല്ലി കെട്ടിട്ട് പോലീസിന് കൈമാറിയില്ലേ? അതിന് പകരം വീട്ടാൻ എനിക്ക് കിട്ടിയ അവസരം ഇത്. നിന്റെ ഏട്ടനെയും ചേച്ചിയും ഞാനിന്ന് നാണം കെടുത്തും. നിതിൻ, അരുത്. അവരെ വെറുതെ വിടണം. എടാ, ഞാൻ നിന്റെ കാല് പിടിക്കാം. എടാ, കാല് നീ എത്ര വേണേലും പിടിച്ചോ. പക്ഷേ നിധി എന്റെ ഭാര്യയാണെന്ന് ഞാൻ തെളിയിക്കും. നിന്റെ ഏട്ടൻ ഇന്ന് വേദനിക്കുന്ന കോടീശ്വരനാവും. വേണ്ട മിഥുനെ, ഇപ്പൊ തന്നെ ഏട്ടനെ ആകെ തകർന്നിരിക്കുക. ഈ അപമാനം കൂടി താങ്ങാൻ ഏട്ടന് പറ്റില്ല. എന്നാ പിന്നെ അയാൾ പോയി തൂങ്ങിച്ചാവട്ടെ. ആ ശല്യം ഒഴിഞ്ഞാലേ നിധി എന്റെ കൂടെ ഇറങ്ങി വരൂ. നിന്റെ ഏട്ടൻ ചത്ത ഈശ്വരമംഗലത്തെ സ്വത്തുക്കളും ഗൗതമിന്റെ വിധവയ്ക്കാവും. അതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കും. അപ്പൊ നിന്റെ വരവിന്റെ പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടല്ലേ? എടാ മോനെ, കാശല്ലേ കിട്ടിയ ആർക്കെങ്കിലും കഴിക്കോ? ഇത് ദേ അവര് വരുന്നുണ്ട്. നീ ഇവിടെ നിന്ന് കാഴ്ച കാണ, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. നിതിൻ, ഇനി നീ ഒരടി മുന്നോട്ട് വെച്ച നീ ചിന്നിച്ചിതറും.
നിന്റെ കയ്യിലുള്ള ബൊക്കയിലെ ഒരു ബോംബിരിപ്പുണ്ട്. ദാ, നീ ഏട്ടനെ ഒന്ന് നോക്കിയേ. ഏട്ടൻ ആ റിമോട്ടിലൊന്ന് വിരലമർത്തിയ നീയും ഞാനും നിന്റെ ഈ ഫ്രണ്ടും ഒരുമിച്ച് പരലോകത്തെത്തും. വെറുതെ പേടിപ്പിക്കൊന്നും വേണ്ട. നിന്റെ ഏട്ടൻ ഒരിക്കലും നിന്നെ കൊല്ലില്ല. എടാ, എന്നെ മാത്രമല്ല, ഏട്ടൻ ആരെയും കൊല്ലില്ല. പക്ഷെ അപമാനിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഏട്ടൻ മുന്നും പിന്നും നോക്കില്ല. അഭിമാനമാണ് ഏട്ടന് സ്വന്തം ജീവനേക്കാൾ വലുത്. നീ ഇത് എറിയാൻ തുടങ്ങിയ ആ നിമിഷം ഏട്ടൻ റിമോട്ട് പ്രസ് ചെയ്യും. പിന്നെ ശക്തിയിലത് തറയിൽ വീണാലും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നീ ഒന്നിനും ശ്രമിക്കേണ്ട. അത്ര ശക്തിയുള്ള ബോംബായത്. തറക്കിലിടാൻ സമയമായി. നമുക്ക് രണ്ടുപേർക്കും കൂടി ആ കാഴ്ച കണ്ടങ്ങ് നിൽക്കാം. എല്ലാം റെഡിയായോ? കഴിഞ്ഞു. അടിസ്ഥാന ശിലയിൽ പഞ്ചലോക നിക്ഷേപം വരെ കഴിഞ്ഞു. 9:30 10 മണിക്ക് മുമ്പ് ചടങ്ങുകൾ തീർക്കണം. ഗൗതം സർ 2 വാക്ക് സംസാരിക്കണം. ഏയ്, ഇനി സംസാരത്തിനൊന്നും ആവശ്യമില്ല. ആക്ഷനാണ് വേണ്ടത്. തറക്കല്ലിട്ട് കഴിഞ്ഞ് ജോലി തുടങ്ങാൻ ഡിലേ ഒന്നും വരരുത്. എത്രയും പെട്ടെന്ന് കെട്ടിട നിർമ്മാണം തുടങ്ങണം. അധ്യാപകരും അനധ്യാപകരും PTA-യും തോളോട് തോൾ ചേർന്ന് ഭംഗിയായി പൂർത്തീകരിക്കണം. നമ്മളിട്ട ബഡ്ജറ്റ് കൂടിയാലും പ്രശ്നമല്ല. ഇനിയും ഫണ്ട് റേസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? റിമോട്ടിന്റെ സ്വിച്ച് പ്രസ് ചെയ്താൽ TV വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കണം. എങ്കിലെല്ലാം കൃത്യസമയത്ത് തന്നെ നടക്കും. അതെ, കുറെ നേരമായല്ലോ റിമോട്ട് പ്രദർശിപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് നോക്ക്. എന്റെ ആദ്യ ഭർത്താവ്. സാറിന് ഞാൻ കൊല്ലും. ചിരിക്കണ്ട. അവൻ വല്ലതും വിളിച്ചു പറഞ്ഞാൽ ഞാൻ നാണം കെടും. ഇത്രയും നേരം നല്ലത് പറഞ്ഞവര് മുഴുവൻ എതിരാവും. പേടിക്കണ്ട, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അവൻ അനങ്ങാതിരിക്കാനാണ് ഈ റിമോട്ട്. കള്ളാലോ റിമോട്ട്. എങ്കിൽ കുറച്ചേരം നീ വെച്ചോ.